ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2024 ഡിസംബർ മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച, അതായത് മലയാളം കൊല്ലവർഷം 1200-ാം ആണ്ട് ധനുമാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ച 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാധീനത്തെക്കുറിച്ചും ഒക്കെ രാശി തിരിച്ചാണ് പറയുന്നത്. ഒരു രാശിയിൽ 2.25 നക്ഷത്രമാണ് ഉള്ളത്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ഭൂമി വാങ്ങണം എന്ന് വിചാരിച്ച് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയവും വന്നു ചേരും. തൊഴിൽപരമായും വിജയങ്ങൾ ഉള്ള ഒരു ആഴ്ചയാണ്. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ, പായസം, മാല, എണ്ണ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശ്രേയസ്കരമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യും. ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. പക്ഷബലപ്രദനായിട്ട് മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ നിൽക്കുന്ന ഈ ആഴ്ച പൊതുവെ മനോബലം വർദ്ധിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനും വിജയിക്കുവാനും സാധിക്കും. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. എങ്കിലും അലസതയുണ്ടാകാതെ ശ്രദ്ധിക്കുക. വിദേശത്ത് ആയിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് അലസതയുണ്ടാകുന്നതിനോ ഉദ്ദേശ രീതിയിൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്കോർ ചെയ്യുന്നതിന് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു ആഴ്ചയാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും ആഭരണങ്ങളും പുതുമയുള്ള വസ്ത്രങ്ങളും വന്നു ചേരുന്നതിന് യോഗം. പ്രധാനമായിട്ട് അന്നപൂർണേശ്വരി ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. എന്നിരുന്നാലും ഭാഗ്യം ഉള്ള ഒരു ആഴ്ചയാണ്. 4-ാം ഭാവം, അതായത് കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സഹപ്രവർത്തകരുമായിട്ട്, മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും കൂടെ വർക്ക് ചെയ്യുന്നവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബത്തായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കൂടാതെ 7ാം ആദിത്യൻ സ്ഥിതി ചെയ്യുന്ന ഈ ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര നല്ല ഒരു സമയമല്ല. അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ദേഷ്യം വർദ്ധിക്കുക വഴി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനും അനൈക്യതകൾ ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും തുളസിമാല, അതുപോലെ തന്നെ പാൽപ്പായസം വഴിപാടൊക്കെ സമർപ്പിക്കുക, നെയ്വിളക്കൊക്കെ തെളിയിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. വിജയങ്ങൾ വന്നു ചെയ്യും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ഐല്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ആഴ്ചയാണ്. എല്ലാവിധ വിജയങ്ങളും വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ബന്ധുക്കളുമായിട്ട് ബന്ധുസമാഗമം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. കുടുംബത്ത് ഒക്കെ വന്നു ചേരുന്നതിനും ബന്ധുമിത്രാദികളോടൊത്ത് കൂടിക്കാഴ്ച നടത്തുന്നതിനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ആഴ്ച. വാഹനം വന്നു ചേരുന്നതിനും
ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ തീരുമാനമെടുക്കുന്നതിന് യോഗമുണ്ട്. കാർഷിക രംഗത്ത് നിന്ന് ആദായം ലഭിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും ബാധിച്ചു. പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, നീരാഞ്ജനം തെളിയിക്കുക, അല്ലെങ്കിൽ ഗണപതി ഹോമം വഴിപാടുകൾ ചെയ്യുക, ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ വിജയങ്ങൾ വന്നു ചേരുവാനായിട്ട് നല്ലതാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യവും ദൈവാധീനവുമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലും ഐശ്വര്യങ്ങൾ വന്നു ചേരും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ പിണങ്ങി നിൽക്കുന്ന ദമ്പതികളായാലും ഒരുമിക്കുന്നതിനുമൊക്കെയുള്ള യോഗം ഭാഗ്യമുള്ള ആഴ്ച. ഗൃഹസംബന്ധമായിട്ടും നല്ലതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. ജലധാര, പായസം, മാല, എണ്ണ ഒക്കെ സമർപ്പിച്ച് മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുക തന്നെ ചെയ്യും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുണ്ട്. 9ാം ഭാവമായ ഭാഗ്യഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായ ശുക്രനും പൂർണ്ണപരവാനായിട്ട് നിൽക്കുന്ന ഈ ആഴ്ച ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക വഴി മനസ്സിന് സന്തോഷവും പലവിധത്തിലും ഐശ്വര്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരും. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് ഒരു തൊഴിൽ കിട്ടുന്നതിനും പുരോഗതി പ്രാപിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് എങ്കിലും പൊതുവെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിദേശത്തായിരിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും വേണം. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ കൊടുക്കുന്നതും വാങ്ങുന്നതും ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ മുഖാന്തരമായാലും കുടുംബ അംഗങ്ങൾ മുഖാന്തരമായാലും ഒക്കെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാന രേഖകളൊക്കെ യാത്രാവേളകളിൽ കൊണ്ട് നടക്കുന്നതും യാത്രാവേളകളിൽ നഷ്ടപ്പെടാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എങ്കിലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുക. അധികം തണുപ്പടിക്കാതെയൊക്കെ നോക്കേണ്ട ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ കാലം. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ലതാണ്. ഒരു വാഹനം വന്നു ചേരുന്നതിനുമൊക്കെ ഒരു തീരുമാനമാകുന്നതിനും ഈ ആഴ്ച നല്ല ഭാഗ്യവും ദൈവാധീനവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക. അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് പ്രാർത്ഥിക്കുന്നതും വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെ ഐശ്വര്യപ്രദമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4ാം പാദവാനിയും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപ്രദമായ കാര്യം. ദൈവാധീനമുണ്ടല്ലോ, ഭാഗ്യവുമുണ്ട്. അപ്പോൾ മനസ്സിന് ഒരു പോസിറ്റീവ് ചിന്ത ഒക്കെ വന്നു ചേരും. അഭിപ്രായ വ്യത്യാസമുള്ള ദമ്പതികൾക്കാണെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നതിനും സന്തോഷപ്രദമായിട്ട് ഒത്തുചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവുമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ ശ്രേയസ്കരമാണ്. അഭിവൃദ്ധികൾ വന്നു ചേരും. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. 6ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ 9ാം ഭാവാധിപനായിരിക്കുന്ന ആദിത്യൻ രാശിയിൽ തന്നെ ഉണ്ട്. ഭാഗ്യമുണ്ട്.
എന്നിരുന്നാലും ആദിത്യൻ രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഷ്യമൊക്കെ വർദ്ധിക്കാതെ നോക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കുടുംബത്തായാലും ദമ്പതികളായിട്ടുള്ളവർ, ജീവിത പങ്കാളിയോടായാലും സുഹൃത്തുക്കളോടായാലും കാരണമില്ലാതെ ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ ഒക്കെ ചെയ്യുന്നതിന് സൂചനയുണ്ട്. അത് ചില നഷ്ടങ്ങളുണ്ടാകും. കുടുംബത്തായാലും അത് സുഹൃത്തുക്കളുടെ ഇടയിലും ആയാലും അത് അതീവ ജാഗ്രത പാലിക്കണം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും IT മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അഭിവൃദ്ധിയുള്ള ഒരു കാലമാണ്. ധൈര്യവും വീര്യവും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായിട്ട് നഷ്ടങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായാലും ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവരായാലും തൊഴിൽ രംഗം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ ആഴ്ച കലുഷിതമാകുവാൻ സൂചനയുണ്ട്. ക്ഷമയും വിട്ടുവീഴ്ചയും അത്യാവശ്യമാണ്. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളോ പായസം, മാല, എണ്ണ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അന്നദാനത്തിൽ പങ്കാളികളാകുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. അഭിവൃദ്ധികൾ വന്നിച്ച് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 5-ാമിടത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു. ദൈവാധീനവും ഭാഗ്യവും ഉണ്ട്. വളരെയധികം വിജയങ്ങൾ വന്നിച്ചേരും. തൊഴിൽ പുരോഗതികൾ വന്നിച്ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. വളരെ ഐശ്വര്യപൂർണമായ കാലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല കാലമാണ്. സ്വന്തം നാട് വിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് നല്ല രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടുവാനൊക്കെ യോഗം. ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ എള്ളുപായസം സമർപ്പിക്കുകയും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും നീരാഞ്ജനം തെളിയിക്കുന്നതും ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച തടസ്സങ്ങളൊക്കെ മാറി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന അധിക കഷ്ടകാലമുള്ള സമയമാണ്. കൂടാതെ വാക്കിൻ്റെ ഭാവത്തിൽ 2-ാമിടത്ത് ധനസ്ഥാനത്ത് രാഹു സഞ്ചരിക്കുകയും ചെയ്യുന്നതിനാൽ പലതരത്തിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ സൂചകമാണ്. കഫസംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടുമുള്ള അസുഖങ്ങൾ ഉണ്ടാകുക, പരീക്ഷയ്ക്ക് ഉദ്ദേശിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാതെ വരിക, തൊഴിൽ സ്ഥലത്ത് ക്ലേശങ്ങൾ ഉണ്ടാകുക, ധനപരമായിട്ട് ബുദ്ധിമുട്ടുക, അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം ഒന്നിനും തികയാതെ വരിക, അധിക ചെലവുകൾ, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ചെലവുകൾ ധനപരമായിട്ട് വന്നു ചേരുക, ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഉള്ളതിനാൽ അതീവ ജാഗ്രതയോടും ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങൾ, ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, യാത്ര ചെയ്യുന്നവർ, ജലയാത്ര ചെയ്യുന്നവർ, മറ്റ് ഇലക്ട്രോണിക്കൽ സംബന്ധമായ വർക്കുകൾ ചെയ്യുന്നവർ, വീട്ടമ്മമാരായിട്ടുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. അടുപ്പിൽ ഗ്യാസൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധ കുറഞ്ഞു പോകാൻ സൂചനയുള്ളതിനാൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ അടുക്കളയിൽ പാചകത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മിഷനറികൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും അതുപോലെ തന്നെ ശ്രദ്ധ ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ കാലമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക, പാഴാകാതെ. അധിക കടങ്ങളും ഉള്ള പലിശയ്ക്കൊന്നും എടുക്കാതെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ചെലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. പ്രധാനമായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക ഐശ്വര്യപൂർണമായിരിക്കും. വരുവാനായിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നന്നായി വരും. ദൈവാധീനമുള്ള ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 7-ാശനിയുള്ള കാലമാണ്. ജന്മത്തിൽ രാഹു, സപ്തമത്തിൽ കേതു. വളരെ അധികം ക്ലേശങ്ങളും ദോഷങ്ങളും ഉള്ള സമയമാണ്. ക്ഷമ, വിട്ടുവീഴ്ച അതുപോലെ തന്നെയാണ് ദൈവാധീനം വർദ്ധിക്കുന്നതിനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. മറ്റുള്ളവരോട് കഴിവതും കലഹിക്കാതിരിക്കുക. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട്
മരുന്ന് വാങ്ങിക്കണം. കൂടുതൽ രോഗാവസ്ഥകളൊക്കെ മൂർച്ഛിക്കുവാൻ സൂചനയുള്ള ഒരു കാലമാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കേതുവാണല്ലോ ദാമ്പത്യ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ വളരെ സ്നേഹമായിട്ട് കഴിഞ്ഞിരുന്ന ദമ്പതികളായാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വളരെയധികം ജാഗ്രത വേണം. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നിരിക്കും. ഈ മീനൻ രാശിക്കാരായ നക്ഷത്രക്കാര്, പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവർക്ക് ഈ ആഴ്ച, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ അല്ലെങ്കിൽ അപേക്ഷയൊക്കെ അയച്ചവർക്ക് കൃത്യമായിട്ട് ഒരു പഠിച്ച വിദ്യക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു ജോലി കിട്ടുന്നതിനൊക്കെ യോഗമുണ്ട്. ഗൃഹസംബന്ധമായിട്ട് പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ ഐശ്വര്യസമ്പൂർണ്ണമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.